നമസ്കാരം. മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. അലാസ്കയിൽ വീണ്ടും ശക്തമായ ഭൂചലനം റിപ്പോർട്ട് ചെയ്തു. ഒരാഴ്ചക്കിടെ രണ്ടാം തവണയാണ് ശക്തമായ ഭൂചലനം ഉണ്ടായത്. റിക്ടർ സ്കെയിലിൽ 6.2 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനമാണ് തിങ്കളാഴ്ച അനുഭവപ്പെട്ടത്. ഇന്ത്യൻ സമയം പുലർച്ചെ 3:58 ഭൂചലനം ഉണ്ടായതെന്ന് നാഷണൽ സെന്റർ ഫോർ സീസ്മോളജി അറിയിച്ചു. കഴിഞ്ഞ വ്യാഴാഴ്ചയും 7.3 തീവ്രത രേഖപ്പെടുത്തിയ ഭൂചലനം അലാസ്കയിൽ റിപ്പോർട്ട് ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇന്ന് പുലർച്ചെ വീണ്ടും ഭൂകമ്പമുണ്ടായത്. ഇതുവരെയും നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടില്ല. 48 കിലോമീറ്റർ ആഴത്തിലാണ് ഭൂകമ്പം ഉണ്ടായത്. പ്രഭവ കേന്ദ്രം താരതമ്യേന ആഴം കുറഞ്ഞതിനാൽ തന്നെ തുടർചലനങ്ങൾക്ക് സാധ്യത ഉണ്ടെന്ന് കാലാവസ്ഥാ കേന്ദ്രം അറിയിച്ചു. അലാസ്ക മേഖല ഭൂകമ്പങ്ങൾക്ക് സാധ്യത കൂടുതലുള്ള ഒരിടമാണ്. യുഎസിൽ ഭൂചലനങ്ങളിൽ 17.5% അലാസ്കയിലാണ് റിപ്പോർട്ട് ചെയ്യപ്പെടുന്നത്. ഇവിടെ 130-ലധികം അഗ്നിപർവ്വതങ്ങളുമുണ്ട്. കഴിഞ്ഞ 200 വർഷത്തിനിടയിൽ അമേരിക്കയിലുണ്ടായ 75% അഗ്നിപർവ്വത സ്ഫോടനങ്ങളും ഇവിടെയാണ് സംഭവിച്ചത്. 48 കിലോമീറ്റർ ആഴത്തിൽ കടലിലാണ് പുലർച്ചെയോടെ ഉണ്ടായ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം. തുടർചലനങ്ങൾക്ക് സാധ്യതയുണ്ടെന്നും മുന്നറിയിപ്പുകളുണ്ട്. ജൂലൈ 17-നുണ്ടായ ഭൂചലനത്തിൽ അലാസ്കയുടെ തീരപ്രദേശങ്ങളിൽ സുനാമി മുന്നറിയിപ്പ് വരെ പുറപ്പെടുവിച്ചിരുന്നു. നിലവിൽ മുന്നറിയിപ്പുകളൊന്നും തന്നെ പുറപ്പെടുവിച്ചിട്ടില്ല. ഇതുവരെ ഉണ്ടായ 2 ഭൂചലനങ്ങളും ആഴം കുറഞ്ഞ പ്രദേശത്താണ് എന്നുള്ളതിനാൽ അതീവ ഗൗരവത്തോടെയാണ് സീസ്മോളജി വകുപ്പുകൾ ഇവയെ നിരീക്ഷിക്കുന്നത്. ആഴത്തിലുള്ള ഭൂചലനങ്ങളെ അപേക്ഷിച്ച് ആഴം കുറഞ്ഞ ഭൂചലനങ്ങൾ കൂടുതൽ അപകടകരമാണ്. കാരണം ആഴം കുറഞ്ഞ ഭൂചലനങ്ങളിൽ നിന്നുള്ള തരംഗങ്ങൾക്ക് ഉപരിതലത്തിലേക്ക് സഞ്ചരിക്കുവാനുള്ള ദൂരം കുറവായിരിക്കും. ഇത് ശക്തമായ ഭൂകമ്പത്തിനും കൂടുതൽ നാശനഷ്ടങ്ങൾക്കും ചിലപ്പോൾ സുനാമിക്കും വരെ കാരണമാകാറുണ്ട്. തുടർചലനങ്ങൾ തുടരുകയാണെങ്കിൽ ആളപായ സാധ്യതയും കൂടുതലാണ്. അലാസ്കയിൽ ഇതുവരെ നാശനഷ്ടങ്ങളൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെങ്കിലും 2 ഭൂകമ്പങ്ങളുടെയും പ്രഭവ കേന്ദ്രം ആഴം കുറഞ്ഞതിനാൽ തുടർചലനങ്ങളിലേക്കും അപകട സാധ്യതയിലേക്കും ഇത് വിരൽ ചൂണ്ടുന്നു. അതേസമയം അലാസ്കയിൽ ഭൂചലനം എന്നുള്ളത് ഒറ്റപ്പെട്ട ഒന്നല്ല. അലാസ്ക അലൂഷ്യൻ സബ്ഡക്ഷൻ സിസ്റ്റത്തിലാണ് അലാസ്ക ഉപദ്വീപ് സ്ഥിതി ചെയ്യുന്നത്. ഭൂമിയിലെ ഏറ്റവും സജീവ ഭൂചലന മേഖലകളിൽ ഒന്നാണിത്. മറ്റു മേഖലകളെ അപേക്ഷിച്ച് കഴിഞ്ഞ 100 വർഷത്തിനിടയിൽ 8 തീവ്രതയിൽ കൂടുതൽ ഭൂചലനങ്ങൾ ഇവിടെ രേഖപ്പെടുത്തിയിട്ടുണ്ട്. മാത്രമല്ല ഈ പ്രദേശത്ത് 130-ലധികം അഗ്നിപർവ്വതങ്ങളുമുണ്ട്. അതിനാൽ ഈ ചലനങ്ങൾ സുനാമിക്ക് കാരണമാകുവാനുള്ള സാധ്യത തള്ളാൻ കഴിയില്ല. കഴിഞ്ഞ 200 വർഷത്തിനിടയിൽ യുഎസിൽ നടന്ന അഗ്നിപർവ്വത സ്ഫോടനങ്ങളിലെ 75% അലാസ്കയിലായിരുന്നു. അതുകൊണ്ട് തന്നെ സ്ഥിതിഗതികൾ ശാസ്ത്രജ്ഞർ സൂക്ഷ്മമായി നിരീക്ഷിക്കുകയാണ്. ആദ്യത്തെ ഭൂകമ്പം, അതായത് സെക്കൻഡുകൾ മാത്രം നീണ്ടുനിന്ന ഭൂകമ്പത്തിൽ വീടുകൾ ഒന്നാകെ കുലുങ്ങുകയായിരുന്നു. വീടിന് പുറത്ത് നിർത്തിയിട്ടിരുന്ന കാറുകൾ അടക്കം വിറച്ചു. ആളുകൾ വീട്ടിൽ നിന്ന് ഇറങ്ങിയോടി. ഭൂകമ്പത്തിനിടെ മക്കളെയും കൊണ്ട് വീട്ടിൽ നിന്ന് ഓടി രക്ഷപ്പെടുന്ന പിതാവിന്റെ വീഡിയോകളടക്കം സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചിരുന്നു. പ്രകമ്പനം ഉണ്ടായതോടെ വീട് കുലുങ്ങുകയും സാധനങ്ങൾ ഓരോന്നായി തറയിൽ വീഴുകയും ചെയ്തു. ഇതിനിടെ ബേബി വാക്കറിൽ ഇരിക്കുകയായിരുന്ന കുഞ്ഞും ആടിത്തുടങ്ങി. അപ്പോഴേക്കും പിതാവ് മൂത്ത മകളെ കൊണ്ട് കുഞ്ഞിന്റെ അടുത്തേക്ക് ഓടി. വെപ്രാളത്തിൽ ഓടാനാകാതെ മൂത്ത മകൾ തറയിൽ വീഴുന്നതും ദൃശ്യങ്ങളിൽ കാണാം. പിതാവ് കുഞ്ഞിനെ ചേർത്ത് പിടിക്കുകയും വീണ് കിടക്കുന്ന മൂത്ത മകളെ പൊക്കിയെടുക്കുകയും ചെയ്തു. ഇതിനിടെ മാതാവും സ്ഥലത്തെത്തുന്നുണ്ട്. വൈകാതെ തന്നെ അവർ അവിടെ നിന്ന് രക്ഷപ്പെടുകയായിരുന്നു. യുഎസിൽ ഏറ്റവും കൂടുതൽ ഭൂകമ്പം നടക്കുന്ന പ്രദേശമാണ് അലാസ്ക. 1964-ൽ 9.2 തീവ്രതയിൽ ഭൂകമ്പം രേഖപ്പെടുത്തിയിരുന്നു. ഇതാണ് വടക്കേ അമേരിക്കയുടെ മുണ്ടായി. അലാസ്ക ഉൾക്കടൽ, യുഎസ് പടിഞ്ഞാറൻ തീരം, ഹവായ് എന്നിവിടങ്ങളിൽ സുനാമി ഉണ്ടായി. 250-ലധികം പേർക്കാണ് അന്ന് ജീവൻ നഷ്ടമായത്. ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത.